താരരാജാവാണ് മോഹൻലാൽ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ലാലേട്ടന്റെ വീട്ടിൽ ആഘോഷങ്ങളുടെ പൊടിപൂരമായിരുന്നു. മെയ് 21 ലാലേട്ടന്റെ പിറന്നാൾ അതിഗംഭീരമായാണ് ആഘോഷിച്ചത്. പിന്നീട് പ്രിയപത്നി സുചിത്രയുടെ പിറന്നാളും ഗംഭീരമായി തന്നെ ആഘോഷിച്ചിരുന്നു. ഭാര്യയുടെ പിറന്നാൾ ദിവസം ലാലേട്ടൻ സോഷ്യൽ മീഡിയയിലൂടെ പിറന്നാൾ ആശംസിക്കുകയും ചെയ്തിരുന്നു. പിറന്നാൾ ആഘോഷങ്ങളെല്ലാം തകൃതിയായി നടക്കുമ്പോഴും എന്താണ് ലാലേട്ടന്റെ വീട്ടിൽ ഒരു വിവാഹ ആഘോഷം നടക്കാത്തത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ലാലേട്ടന്റെ മക്കൾക്കെല്ലാം വിവാഹപ്രായമായല്ലോ, എന്നിട്ടും എന്തേ ഒരു കല്യാണ വാർത്ത പോലും ലാലേട്ടന്റെ വീട്ടിൽ നിന്ന് കേൾക്കാൻ സാധിക്കാത്തത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഈ കഴിഞ്ഞ മാസങ്ങളിലായിരുന്നു മലയാളത്തിലെ സൂപ്പർ താരങ്ങളുടെ എല്ലാം മക്കളുടെ വിവാഹങ്ങൾ ആഡംബരപൂർവ്വം നടന്നിരുന്നത്. അതിൽ ആദ്യത്തേത് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹമായിരുന്നു. പിന്നീട് ജയറാമിന്റെ മകൾ ചക്കി എന്ന് വിളിക്കുന്ന മാളവികയുടെ വിവാഹവും നടന്നു. രണ്ട് വിവാഹങ്ങളും ഗുരുവായൂർ വെച്ചായിരുന്നു നടന്നത്. രണ്ട് വിവാഹത്തിലും ലാലേട്ടനും ഭാര്യയും പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ലാലേട്ടന്റെ മകൻ പ്രണവിന് ഇപ്പോൾ 34 വയസ്സുണ്ട്. വിവാഹത്തെക്കുറിച്ച് പ്രണവ് ചിന്തിക്കുന്നേയില്ല എന്നാണ് ആരാധകർ പറയുന്നത്. അച്ഛന്റെ പാത പിന്തുടർന്ന് സിനിമയിലേക്ക് എത്തിയ പ്രണവ് മലയാള സിനിമയിൽ തന്റേതായ ഒരു സ്ഥാനം കണ്ടെത്തിയിട്ടുമുണ്ട്. വളരെ കുറച്ചു സിനിമയിൽ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും നിരവധി ആരാധകരാണ് താരത്തിനുള്ളത്. ഒരു സിനിമ അഭിനയിച്ചു തീർന്നാൽ പിന്നെ ആ സിനിമയുമായുള്ള ഒരു പ്രമോഷനും പ്രണവ് എത്താറില്ല. പൊതുവെ ഒരു തരത്തിലുള്ള ഇന്റർവ്യൂയിലും പ്രണവ് മുഖം കൊടുക്കാറില്ല. പ്രണവ് അഭിനയിച്ച മിക്ക സിനിമയിലും നായികയായെത്തിയത് പ്രണവിന്റെ ഉറ്റ സുഹൃത്ത് കല്യാണി പ്രിയദർശനായിരുന്നു. ഇരുവരെയും ചേർത്ത് പണ്ട് മുതലേ നിരവധി ഗോസിപ്പുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇരുവരും പ്രണയത്തിലാണെന്നും വിവാഹം ഉടൻ ഉണ്ടാവുമെന്നല്ല. എന്നാൽ പ്രണവ് തന്റെ നല്ല സുഹൃത്ത് മാത്രമാണെന്നാണ് കല്യാണി പറഞ്ഞിട്ടുള്ളത്. പ്രണവ് ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടുമില്ല. പ്രണവും കല്യാണിയും തമ്മിൽ ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരാധകരുമുണ്ട്. ഉടൻ തന്നെ ലാലേട്ടന്റെ വീട്ടിൽ നിന്ന് ഒരു വിവാഹ വാർത്ത കേൾക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക.